രാവിലെ തന്നെ എൻ്റെ ഒക്കത്ത് കയറിയിരുന്നാണ് കാശിക്കുട്ടൻ ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് സ്കൂളിൽ വിടാനായിട്ട് മുട്ട പൊരിച്ചതും പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഒക്കത്ത് കയറിയിരുന്നും കൊണ്ടായിരുന്നു പിന്നെ അവൻ്റെ കലാപരിപാടി. അപ്പോൾ അവൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രമൊക്കെ എനിക്ക് അടുക്കളയിൽ കൊണ്ട് തന്ന്, പിന്നെ ഞാൻ കൊടുത്ത ടിഫിനും പിന്നെ കറിയും വെള്ളമൊക്കെ അവളുടെ ബാഗിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ചോറൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും, പക്ഷേ ഞാൻ കറിയും ഉണ്ടാവും അവിടെ, പക്ഷേ ഞാൻ കറി കൊടുത്ത് വിടാറുണ്ട്. എന്തെങ്കിലും മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ പപ്പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുടി കെട്ടി വെച്ചിട്ട് അവളെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് യൂണിഫോമൊക്കെ ഇട്ട് അവൾ വാച്ചും ചെയിനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാശിക്കുട്ടൻ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണ്. അവൻ എന്താണെന്ന് പറഞ്ഞുകൂടാ, അവളുടെ വളയമാലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനത് വേണം. പിന്നെ ഇതേ ബാക്കിൽ കണ്ടല്ല, അവർ രണ്ടുപേരും കളിച്ചതിൻ്റെ അലങ്കോല പരിപാടികളാണ് ആ ബാക്കിൽ കിടക്കുന്നത്. ഇതൊക്കെ ഇവർ രണ്ടുപേരും ഒന്ന് ഒതുങ്ങിയ ശേഷം എനിക്ക് എടുത്തു വെക്കാനായിട്ട് നേരമുള്ളൂ. അത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അതിൻ്റെ ഇടയിൽ അവൻ്റെ ബാഗൊക്കെ എടുക്കണ്ടായിരുന്നു അവളുടെ. അപ്പോൾ മുടിയൊക്കെ ഈരി രണ്ട് വശവും പിന്നിട്ട് കൊടുക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ രണ്ട് വശവും പിന്നിട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെയൊന്നും കെട്ടിക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം പോയ ആളല്ല തിരിച്ചു വരുന്നത്. മുടിയൊക്കെ അലങ്കോലാക്കി. ഞാൻ ചോദിക്കാറുണ്ട്, നിനക്ക് അവിടെ വല്ല വാർക്കപ്പണിക്കാണോ നീ വല്ല പോകുന്നത്? എന്നിട്ട് സൈഡിൽ നിന്നുള്ള മുടി വെട്ടിക്കൊടുത്തത് ഞാൻ രണ്ട് സൈഡിലോട്ടായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തേ. അപ്പോൾ എനിക്ക് അവളുടെ മുഖം മാറിയ പോലെ. പിന്നെ അത് നേരൊക്കെ ഇട്ടപ്പോൾ കണ്ണിലോട്ട് മുടിയാണ്. അപ്പോൾ ഞാൻ മര്യാദക്ക് കെട്ടിത്തരാട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാശി അവളെ പിടിച്ച് പിച്ചേ മാന്തിയൊക്കെ ചെയ്യാണ്. അങ്ങനെ ഞാൻ അവനെടുത്ത്, അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ അവളുടെ ബുക്കൊക്കെ എടുത്ത് വെച്ചു, സ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു, സ്കൂളിൽ പോകാൻ റെഡിയായി. പിന്നെ അവളെ സ്കൂളിൽ പറഞ്ഞു വിട്ട ശേഷം ഞാനും കാശി ഇരുന്നുകൊണ്ട് കളി. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ അറിയുക, അവൻ്റെ പാത്രമൊക്കെ വെച്ചും കൊണ്ട് ഞങ്ങൾ അങ്ങാടി ഇങ്ങനെ നിന്ന് കളിക്കും. അപ്പോൾ അത്രയുള്ളൂ വീഡിയോ. ബായ്.